ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഭഗവാൻ കേൾക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഭക്തർക്ക് വല്ലാത്ത സന്തോഷമാണല്ലേ. ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ആത്മസംതൃപ്തിയാണ്. ഭഗവാന്റെ കൃഷ്ണാനുഭവം പങ്കുവച്ചിരിക്കുകയാണ് അമ്മ എന്നോട് എൻ്റെ വോയിസ് തന്നെ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു അമ്മയുടെ വോയിസ് തന്നെ അത് കേൾക്കുമ്പോഴാണ് അതിൻ്റെ തീവ്രത മനസ്സിലാവുന്നത് കേട്ടോ. അമ്മയ്ക്ക് ചെറുതായിട്ട് സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, ജലദോഷമൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നീട് ഒരിക്കൽ ഞാൻ എൻ്റെ വോയിസ് തന്നെ ഇടാം, ഇപ്പോൾ മോള് തന്നെ പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അമ്മ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും അമ്മയുടെ വോയിസ് കേൾക്കുമ്പോഴാണ് മറ്റുള്ളവർക്കൊരു സുഖം ഉണ്ടാവുക എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് അമ്മയുടെ കൃഷ്ണാനുഭവം കേൾക്കാം. മനോഹരമായിട്ടുള്ള ആ കൃഷ്ണാനുഭവം കാതോർത്ത് കേട്ടിരുന്നോളൂ. നമസ്കാരം. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ്. ഈ കൃഷ്ണാനുഭവങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ ഒന്ന് രണ്ട് ചെറിയ അനുഭവങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായത് എന്ന് പറയണമെന്നൊരാഗ്രഹം ഈ ചാനലിൽ. നേരത്തെ കൊച്ചു കൊച്ചു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത ഇടയാണെങ്കിൽ ഈ ഓരോരുത്തരുടെ ഓരോ അനുഭവങ്ങൾ വായിക്കുമ്പം ഒരാൾ അമ്പലപ്പുഴ ഇതുപോലെ പാൽപ്പായസത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു, പാൽപ്പായസം കിട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനും മനസ്സിൽ ആഗ്രഹിച്ചു അമ്പലപ്പുഴ പാൽപ്പായസം അല്പം കിട്ടിയതായിരുന്നേലെന്ന്. കാരണം ഈ അടുത്തയിടെയൊന്നും അമ്പലപ്പുഴയ്ക്ക് പോകാനും പറ്റിയില്ല. നേരത്തെ പോയിട്ടുള്ളപ്പം ഒരു പ്രാവശ്യം കണ്ടേ കിട്ടിയിട്ടുള്ളത്, വർഷങ്ങളായി. അപ്പോൾ അല്പം അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടിയതായിരുന്നേലെന്ന് ഇങ്ങനെ മനസ്സിലൊരാഗ്രഹം. 1-2 ദിവസം കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരു ബന്ധു യാദൃച്ഛ്യമായിട്ട് അമ്പലപ്പുഴയ്ക്ക് പോയിട്ട് വന്നപ്പം പ്രസാദമെന്നും പറഞ്ഞ് പാൽപ്പായസം ഞങ്ങൾക്ക് ആവശ്യത്തിന് കൊണ്ടു തന്നു. അതെനിക്ക് വലിയൊരു അതിശയമായിട്ടാണ് തോന്നിയത്. നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചു, പക്ഷെ ഭഗവാൻ അത് കേട്ടു. മനസ്സിലെ ആഗ്രഹം അതെനിക്ക് വലിയൊരു സന്തോഷമായിപ്പോയി. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഇങ്ങനെ കേടായി. അപ്പം നേരത്തെ ഇതുപോലത്തെ ഒരെണ്ണം കേടായിട്ട് ഇങ്ങനെ നന്നാക്കാൻ കൊടുത്തത് ശരിയായില്ല, പിന്നെ വീണ്ടും വാങ്ങിക്കേണ്ടി വന്നു. അപ്പം ഇത് കേടായി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇതിനകത്തോട്ട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഇതിനിയും അഴിക്കാതൊക്കെ ഇത് ഓപ്പൺ ആക്കാതെ ശരിയാക്കണേ. ഇതിനിയിപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ചിലപ്പം പിന്നെയും അത് ശരിയാകുമോയെന്ന് അറിയത്തില്ല. റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ വാങ്ങിക്കേണ്ടി വരും. അപ്പം ഞാനിങ്ങനെ തൊട്ടിങ്ങനെ പ്രാർത്ഥിച്ചു, ഇതൊന്ന് ശരിയാക്കി തരണേ. അപ്പം വീട്ടിൽ വെച്ച് നോക്കിയപ്പോഴൊക്കെ 2-3 പ്രാവശ്യമൊക്കെ നോക്കിയിട്ടും ഓണായിട്ടില്ലത്, എപ്പോഴും അങ്ങ് ഓഫായി പോവുക. അപ്പം ഞങ്ങളത് റിപ്പയർ ചെയ്യുന്ന ഒരു കടയിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവരവിടെ ചെന്ന് ഇത് ഓണാക്കിയ ഉടനെ ഇതെല്ലാം സ്വിച്ചും വർക്കാകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഇനി ഒരു കംപ്ലൈൻറ്റും ഇല്ല, തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ ആടിയ എണ്ണയുടെ കാര്യം, ഇങ്ങനെ ചാനലിലൊക്കെ ഓരോരുത്തർ കാലിന് വേദനയ്ക്കും മുട്ടിന് വേദനയ്ക്കൊക്കെ ആടിയ എണ്ണ ഇങ്ങനെ പുരട്ടി സുഖപ്പെടുന്നെന്ന് കേട്ടപ്പോൾ അന്ന് ഞാനിങ്ങനെ ഭഗവാനോട്, ഗുരുവായൂരപ്പ എങ്ങനെയാ ഇനി ഗുരുവായൂർ വരാതെ ആടിയ എണ്ണ കിട്ടത്തുമില്ലല്ലോ, അപ്പോൾ ഉടനെ പോകാനും പറ്റത്തില്ലല്ലോ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് എവിടുന്നേലും കിട്ടിയതായിരുന്നെങ്കിലെന്ന്. അപ്പം എൻ്റെ മോൾ ഇങ്ങനെ ഒരു വഴിപാട് കഴിപ്പിച്ചപ്പോൾ ആടിയ എണ്ണയും കളപ്പും അതിൻ്റെ പ്രസാദമായിട്ടുണ്ട്. അത് ഓൺലൈനായിട്ട് കൊറിയറായിട്ട് ഇങ്ങോട്ട് അയച്ചു തന്നത്. അങ്ങനെ ആ ആടിയ എണ്ണയുടെ ആഗ്രഹവും എനിക്ക് സാധിച്ചു. അത് എനിക്ക് അതിവേദനയൊക്കെ എടുക്കുമ്പോൾ ഞാൻ പുരട്ടുമ്പോൾ അതിന് ഒത്തിരി ആശ്വാസം കിട്ടുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങൾ എനിക്കുമുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ ഭഗവാനെ വിളിക്കുന്ന ഭഗവാനെ അറിയുന്നുണ്ടല്ലോ. പണ്ട് തൊട്ടേ ഞാൻ കൃഷ്ണഭക്തയാണ്. ഞങ്ങളുടെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുകയും ആകുമ്പോഴെല്ലാം പോവുകയും വഴിപാട് കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഗുരുവായൂർ ആ വർഷത്തിലൊരിക്കലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ, ഇത്രയും ദൂരമായതുകൊണ്ട്. അപ്പം ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഹരേ കൃഷ്ണ. നമ്മുടെ ചെറിയ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖമുണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുള്ളൊരു സുഖമാണല്ലേ അത്. അമ്മയുടെ ഈ ഒരു കൃഷ്ണാനുഭവം പങ്കുവച്ചപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ടാവും എല്ലാവർക്കും.
തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങളും ഇതുപോലെ ചാനലിൽ പങ്കുവയ്ക്കാം കേട്ടോ. നമ്മുടെ താഴെ കാണുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വോയിസ് മെസ്സേജ് അയക്കാം, ടൈപ്പ് ചെയ്ത് അയക്കാം. വോയിസ് മെസ്സേജ് അയക്കുമ്പോഴാണ് കൂടുതൽ മധുരമാവുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റുകളും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. താങ്ക് യു.